ശ്രീജിത്ത് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ശ്രീജിത്ത്, AK ബാലനെ തള്ളുന്നില്ല, ഭരണ തുടർച്ചയെന്ന ആത്മവിശ്വാസം, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു മുഖ്യമന്ത്രി? ശ്രീജിത്ത്. ഉന്മേഷ്, മുഖ്യമന്ത്രിയുടെ സുദീർഘമായ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം കൂടുതൽ നേരവും പറയാൻ ശ്രമിച്ചത് സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. ആസൂത്രണ ബോർഡിൻ്റെ നിലനിർത്തിയതടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിനുണ്ടാക്കിയ മികവ്, ഒപ്പം തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വളർച്ച, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ മൂല്യം ഉയർന്ന കാര്യമൊക്കെയാണ് മുഖ്യമന്ത്രി ദീർഘമായി സംസാരിച്ചത്. പിന്നീട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് ഈ സീറ്റ് എണ്ണം വർദ്ധിപ്പിക്കുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേക അവസ്ഥയാണ് ഉണ്ടായത്. അതല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുക. കഴിഞ്ഞ 10 വർഷക്കാലത്തെ നാടിൻ്റെ അനുഭവം എന്താണെന്ന് പരിശോധിക്കുന്നവർക്ക് LDFിൻ്റെ ഗ്രാഫ് ഉയർന്നതാണെന്ന് ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റ് ലഭിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസം തങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞു. ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള PR ഏജൻസിയുടെ ഇൻപുട്സ് അനുസരിച്ചാണോ മുഖ്യമന്ത്രി 110 സീറ്റിൻ്റെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് കനകോലുമില്ല, ഞങ്ങളുടെ കനകോലു ജനങ്ങൾ തന്നെയാണെന്ന പ്രതികരണമാണ് എന്ന മറുപടിയാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായത്. എന്നാൽ AK ബാലൻ്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഖ്യമന്ത്രി ബാലനെ പൂർണ്ണമായും ന്യായീകരിക്കുകയും പിന്തുണയ്ക്കുകയുമാണ് ചെയ്തത്. AK ബാലൻ്റെ പ്രസ്താവന അദ്ദേഹം കേരളത്തിൻ്റെ പഴയ കാലം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറഞ്ഞതായിരിക്കും എന്നാണ് താൻ കരുതുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ആദ്യ പ്രതികരണം. നേരത്തെ വർഗീയ കലാപങ്ങൾ ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ മറ്റ് സംഘർഷങ്ങളുണ്ടായിരുന്നു. മാറാട് കലാപസ്ഥലം സന്ദർശിക്കാൻ അന്നത്തെ മുഖ്യമന്ത്രി AK ആന്റണി പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്നൊരു മന്ത്രിയെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതിന് കാരണം RSSന് എതിർപ്പായിരുന്നു. അപ്പോൾ അതിന് വഴങ്ങി മുഖ്യമന്ത്രി തനിയാണ് അവിടെ പോയത്. അത്തരത്തിൽ അതാണ് UDFിൻ്റെ രാഷ്ട്രീയം. എന്നാൽ അന്ന് ഒരു പാർട്ടിയുടെ ഭാരവാഹിത്വം വഹിക്കുന്ന താൻ അവിടേക്ക് പോയത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെയാണ്, കൃത്യമായി അവിടെ പോയി മടങ്ങി വരികയാണ് താൻ ചെയ്തത് എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ AK ബാലൻ പറഞ്ഞത് കേരളത്തിൻ്റെ പഴയകാല അനുഭവത്തിൽ നിന്നാണ് എന്നാണ് കൃത്യമായി പറഞ്ഞത്. അതോടൊപ്പം തന്നെ VD സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള ആളുകൾ, AK ആന്റണിയും അടക്കമുള്ള ആളുകൾ മുൻകാലങ്ങളിൽ ഈ ന്യൂനപക്ഷ വർഗീയതയുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിൽ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ മുഖ്യമന്ത്രി ആവർത്തിച്ചു. 2003 AK ആന്റണിയുടെ വിവാദമായ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവന മുഖ്യമന്ത്രി പരാമർശിച്ചു. അന്ന് അതേ തുടർന്ന് AK ആന്റണിക്ക് രാജിവെക്കേണ്ടി വന്ന കാര്യവും ഓർമ്മിപ്പിച്ചു. മലബാറിൽ കൂടുതൽ സീറ്റുകൾ ലീഗിന് നൽകുന്നത് ഗുണകരമല്ല എന്ന CK ഗോവിന്ദൻ നായരുടെ പ്രസംഗത്തെപ്പറ്റി രമേശ് ചെന്നിത്തല പരാമർശിച്ച കാര്യവും മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞു. ഒപ്പം തന്നെ 5ാം മന്ത്രി സ്ഥാനം കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ലീഗിന് നൽകുമ്പോൾ അത് ലീഗിന് ഗുണമാണോ ദോഷമാണോ ഉണ്ടാക്കുക എന്ന സതീശിൻ്റെ പ്രസംഗവും മുഖ്യമന്ത്രി പരാമർശിച്ചു. അങ്ങനെ ന്യൂനപക്ഷ വർഗീയതയെപ്പറ്റി ജമാഅത്തെ ഇസ്ലാമിയെ SDP വിമർശിക്കുമ്പോൾ അത് ന്യൂനപക്ഷങ്ങൾക്കാകെ എതിരെയല്ല, പിന്നെ സംഘപരിവാറിനെ വിമർശിക്കുമ്പോൾ അത് ഹിന്ദുക്കൾക്കെതിരെയല്ല. അങ്ങനെ കരുതുന്നു ഞങ്ങൾക്ക് സ്ഥായിയായ രാഷ്ട്രീയമുണ്ടെന്ന് പറഞ്ഞു വെക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. ഉന്മേഷ്. ശരി, ശ്രീജിത്താണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.